തങ്ങൾക്ക് മാത്രമേ ലോകത്ത് ആണവായുധങ്ങളും മറ്റും പാടുള്ളൂ എന്ന് സ്വയം വിശേഷിപ്പിച്ച് നടക്കുന്നവരാണ് അമേരിക്ക. എന്നാൽ ലോകത്ത് പല ശക്തികളും ഇന്ന് ആണവായുധങ്ങൾക്ക് ഉടമകളാണ്. ഇറാനോടുള്ള അമേരിക്കയുടെ മുഖ്യ ശത്രുത തന്നെ എണ്ണിയാലൊടുങ്ങാത്ത ആണവായുധം വികസിപ്പിക്കാനുള്ള കഴിവ് ഇറാന് ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഉപരോധം എന്ന ഓലപ്പാമ്പിനെ കാണിച്ച് ഇറാനെ ഭീഷണിപ്പെടുത്താൻ അമേരിക്ക എന്നും ശ്രമിച്ചു വരുന്നത്. എന്നാൽ ഇനി സംഗതി അങ്ങനെ ആയിരിക്കില്ല. ഇറാൻ ആണവായുധങ്ങളും അത് വിക്ഷേപിക്കാനുള്ള മിസൈലുകളും വികസിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അത് അംഗീകരിക്കാനാവാത്ത ഭീഷണിയാണെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ സെപ്റ്റംബറിൽ പറഞ്ഞിരുന്നു. പക്ഷേ ആണവായുധ സാധ്യത എന്ന പരാമർശത്തെ ഇറാൻ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. എന്നാൽ സെപ്റ്റംബർ അവസാനം മുതൽ 2000 ടൺ സോഡിയം പെർക്ലോറേറ്റ് ഇറാൻ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തുവെന്ന് ആഗോള മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞു. ഏകദേശം 500 ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ആവശ്യമായ ഇന്ധന നിർമ്മാണത്തിലുള്ള ഘടകമാണിത്. ഫെബ്രുവരിയിൽ 1000 ടൺ സോഡിയം പെർക്ലോറേറ്റ് ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് കയറ്റുമതി ചെയ്തതായി CNN റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈലുകളുടെ നിർമ്മാണത്തിൽ ഇറാനും ചൈനയും തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിച്ചതായി ഓഗസ്റ്റിൽ ഒരു ഇസ്രായേലി മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. യൂറോപ്യൻ രഹസ്യാന്വേഷണ ഏജൻസികളാണ് ഇക്കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത്. യുദ്ധം അവസാനിച്ചെങ്കിലും ഇസ്രായേലിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണമുണ്ടായാൽ പ്രയോഗിക്കാൻ പുതുതലമുറയിൽ ഉൾപ്പെട്ട അത്യാധുനിക മിസൈലുകൾ നിർമ്മിച്ചതായി ഇറാൻ സൂചന നൽകിയിട്ടുണ്ട്. സംശയാസ്പദമായ മിസൈൽ സംവിധാന പരീക്ഷണങ്ങൾ ഇറാൻ നടത്തിയതായുള്ള അനൗദ്യോഗിക റിപ്പോർട്ടുകളും പുറത്തു വന്നു കഴിഞ്ഞു. മാത്രമല്ല, ഭൂമിക്കടിയിൽ പുനഃസ്ഥാപിച്ച് നവീകരിച്ച മിസൈൽ ശേഖരത്തിൻ്റെ വീഡിയോ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇറാൻ തന്നെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. സാമ്പത്തിക ഉപരോധങ്ങളിൽ ഇളവ് നൽകുന്നതിനു പകരമായി തങ്ങളുടെ ആണവ പദ്ധതിയെ പരിമിതപ്പെടുത്തിയ 2015 ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ ഇനി തങ്ങൾക്ക് ബാധകമല്ലെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിന് JCPOയുടെ കാലാവധി ഒക്ടോബറിൽ അവസാനിക്കുകയും ചെയ്തതാണ്. എന്നാൽ കരാർ നിലനിൽക്കെ തന്നെ ഇറാൻ രഹസ്യ പദ്ധതികൾ തുടരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ആണവ പദ്ധതിയുടെ പേരിൽ പാശ്ചാത്യ രാഷ്ട്രങ്ങളുടെയും ഐക്യരാഷ്ട്രസഭയുടെയും ഉപരോധങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇറാൻ. ആണവ കരാർ പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ പാലിക്കാൻ ഇനി തങ്ങൾക്ക് ബാധ്യതയില്ലെന്ന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അവർ ലോകത്തോട് പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ചൈനയുടെ സഹായത്തോടെ ആണവ മിസൈൽ പദ്ധതിയുമായി ഇറാൻ മുന്നോട്ട് പോവുകയാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ചൈന മാത്രമല്ല, റഷ്യയും ഉത്തര കൊറിയയും ഇറാന് നേരെ സഹായഹസ്തങ്ങൾ നീട്ടുന്നതായി വാർത്തകളുണ്ട്. ജൂണിൽ നടന്ന 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് ഇരയായിരുന്നു. അമേരിക്കയും ഇറാന്റെ 3 പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ ബോംബാക്രമണം നടത്തിയിട്ടുള്ളതാണ്. ഇറാൻ ആണവായുധ വികസനത്തിനായി യുറേനിയം സമ്പുഷ്ടീകരണം വർദ്ധിപ്പിക്കുന്നു എന്ന US രഹസ്യാന്വേഷണ വിവരത്തെ തുടർന്നാണ് ഈ ആക്രമണം നടന്നത്. ഇസ്രായേൽ US ആക്രമണത്തിൽ ഇറാൻ സാരമായി പരിക്കേറ്റിട്ടും അവർ തങ്ങളുടെ മിസൈൽ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. പുതിയ ആണവ കരാറുകൾ സംബന്ധിച്ച ചർച്ചകളൊന്നും ഫലം കണ്ടിട്ടില്ല. ഇനി സാധ്യതയുമില്ലെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഈ പശ്ചാത്തലത്തിൽ യുദ്ധാനന്തരമുണ്ടായ പാശ്ചാത്യ ഉപരോധങ്ങളുടെ പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിനായാണ് ഇറാൻ ദീർഘകാല സഖ്യകക്ഷികളായ ചൈനയുടെയും റഷ്യയുടെയും സഹായം തേടിയിരിക്കുന്നത്. US, റഷ്യ, ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ, ചൈന എന്നീ രാജ്യങ്ങളുമായി 10 വർഷം മുമ്പ് ഓസ്ട്രിയയിലെ വിയന്നയിലാണ് ഇറാൻ ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന കരാറിൽ ഒപ്പിട്ടത്. ഇറാന്റെ ആണവായുധ നിർമ്മാണ പദ്ധതിക്ക് തടയിടുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ഈ കരാർ. 2025 ഒക്ടോബർ 18 വരെയായിരുന്നു കാലാവധി. ഇറാനിയൻ ആണവ പരിപാടിക്കുള്ള നിയന്ത്രണം ഉൾപ്പെടെ കരാറിലെ എല്ലാ വ്യവസ്ഥകളും അവസാനിച്ചതായി കണക്കാക്കുകയാണ് എന്നാണ് കരാർ അവസാനിച്ചതായി അറിയിച്ചുകൊണ്ട് ഇറാൻ പ്രഖ്യാപിച്ചത്. ആണവ പരിപാടി നിയന്ത്രിക്കുന്നതിന് പകരമായി ഇറാനുമേലുള്ള അന്താരാഷ്ട്ര ഉപരോധങ്ങൾ പിൻവലിക്കും എന്നായിരുന്നു കരാറിലെ വാഗ്ദാനം. എന്നാൽ USന്റെ പ്രസിഡന്റായി 2017 ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതോടെ കരാർ അവതാളത്തിലാവുകയായിരുന്നു. 2018 കരാറിൽ നിന്ന് US ഏകപക്ഷീയമായി പിന്മാറുകയും ചെയ്തു. ഇതിനു പിന്നാലെ ഇറാൻ ആണവ പരിപാടികൾ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. രഹസ്യമായ ആണവായുധം വികസിപ്പിക്കുകയാണ് ഇറാൻ എന്നാണ് പാശ്ചാത്യ ശക്തികൾ ആരോപിക്കുന്നത്. എന്നാൽ ഇത് നിഷേധിക്കുന്ന ഇറാൻ ഊർജ്ജോൽപാദനം ഉൾപ്പെടെയുള്ള സിവിലിയൻ ആവശ്യങ്ങൾക്കുള്ളതാണ് ആണവ പദ്ധതി എന്നാണ് അവകാശപ്പെട്ടിരിക്കുന്നത്. 3.67% ശുദ്ധിയോടെ യുറേനിയം സമ്പുഷ്ടീകരിക്കാനാണ് JCPO ഇറാന് അനുമതി നൽകിയിരിക്കുന്നത്. UNന്റെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ നിരീക്ഷണവും ഇതിനുണ്ടായിരുന്നു. എന്നാൽ JCPOയെ പ്രതിസന്ധിയിലായതോടെ ആണവ സമ്പുഷ്ടീകരണം വർദ്ധിപ്പിച്ച ഇറാന്റെ പക്കൽ 60% ശുദ്ധിയിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെന്നാണ് IAEA വ്യക്തമാക്കുന്നത്.
ഇത്രയും ശുദ്ധിയിൽ യുറേനിയം സമ്പുഷ്ടീകരിച്ച ആണവായുധമില്ലാത്ത ഏക രാജ്യമാണ് ഇറാൻ. 90% ശുദ്ധിയിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് ബോംബുണ്ടാക്കാൻ വേണ്ടത്. എന്നാൽ ഇത് രഹസ്യമായി നിർമ്മിച്ചിട്ടുണ്ടെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അതുതന്നെയാണ് ഇപ്പോൾ ഇറാൻ ശക്തമായി മുന്നോട്ട് വന്നിരിക്കുന്നതും. 2025 ജനുവരിയിൽ വീണ്ടും അധികാരത്തിലെത്തിയ ട്രംപ് കരാറിലേക്ക് തിരിച്ചെത്താൻ ഇറാന് മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇറാൻ അതിന് വഴങ്ങിയില്ലെന്നുള്ളതാണ് ശ്രദ്ധേയം. ഇസ്രായേൽ ഇറാൻ ഏറ്റുമുട്ടലിൽ ഇടപെട്ട US ആകട്ടെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ ജൂലൈയിൽ ഇറാൻ IAEയുമായുള്ള സഹകരണം നിർത്തിവെക്കുകയാണ് ചെയ്തത്. അണുബോംബുണ്ടാക്കാൻ തൻ്റെ രാഷ്ട്രം ശ്രമിക്കില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. ഇതിനിടെയായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായത്. ഇതോടെ USഉം മറ്റ് 5 വൻ ശക്തികളുമായി വീണ്ടും കരാറിലെത്താനുള്ള സാധ്യത അപ്പാടെ അവസാനിക്കുകയാണ് ചെയ്തത്. കരാർ അവസാനിപ്പിച്ച് ആഴ്ചകൾക്കുള്ളിലാണ് ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതിയെക്കുറിച്ച് വെളിപ്പെടുത്തിക്കൊണ്ട് അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറയ്ക്ക് അഭിമുഖം നൽകിയത്. രാജ്യത്തിൻ്റെ നിലപാട് അടിവരയിട്ട് വ്യക്തമാക്കുകയായിരുന്നു ഈ അഭിമുഖം. കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും യുറേനിയം സമ്പുഷ്ടീകരണ പരിപാടി നിർത്തിവെക്കാൻ ഇറാൻ തയ്യാറല്ല എന്നും സമ്പുഷ്ടീകരണം പൂർണ്ണമായും സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നും ഇറാന്റെ വാദം ലോകരാജ്യങ്ങൾ ഞെട്ടലോടെ കേട്ടിരുന്നു. ലോകരാജ്യങ്ങൾ ഇത് അംഗീകരിക്കേണ്ടതുണ്ടെന്നാണ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. ജൂണിൽ നടന്ന അമേരിക്ക-ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണങ്ങൾ ഇറാന്റെ സമ്പുഷ്ടീകരണ പദ്ധതിയെ പരാജയപ്പെടുത്തുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടുവെന്നും അരാഗ്ചി തന്നെ തുറന്നടിച്ചിട്ടുണ്ട്. ഇറാന്റെ നിർണായകമായ സാങ്കേതികവിദ്യ യാതൊരു കേടുപാടുകളും കൂടാതെ സുരക്ഷിതമായി നിലനിൽക്കുന്നു എന്ന് ഇതിന് സാങ്കേതികമായ തെളിവായി അവർ എടുത്തു കാട്ടുന്നുണ്ട്. ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് മടങ്ങിവരാൻ തയ്യാറാണെന്നും എന്നാൽ യുദ്ധത്തിലൂടെ നേടാൻ കഴിയാത്തത് രാഷ്ട്രീയത്തിലൂടെയും നേടാൻ കഴിയില്ലെന്ന് ഓർക്കണമെന്നും യുറേനിയം സമ്പുഷ്ടീകരണം വിട്ടുവീഴ്ചയില്ലാത്ത വിഷയമാണെന്നും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറല്ലെന്നും നേരത്തെ US മുന്നോട്ട് വച്ചതെല്ലാം അസ്വീകാര്യമായ വ്യവസ്ഥകളാണെന്നുമാണ് അവർ പറയുന്നത്. പരോക്ഷ ചർച്ചകളിലൂടെ അമേരിക്കയുമായി ഒരു കരാറിലെത്താൻ ഇറാൻ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ടെന്നാണ് വാർത്തകൾ. എന്നാൽ അസാധ്യമായ വ്യവസ്ഥകൾ ഉപേക്ഷിക്കാൻ അമേരിക്ക തയ്യാറാവണം. രാജ്യത്തിൻ്റെ അന്തസ്സിനും സുരക്ഷയ്ക്കും കോട്ടം വരുത്തുന്ന ഒരു വ്യവസ്ഥയും ഇറാൻ അംഗീകരിക്കില്ല. മിസൈൽ പദ്ധതി ഇറാന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്നാണ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാന്റെ ദീർഘകാല നയതന്ത്ര സാമ്പത്തിക സഖ്യകക്ഷിയാണ് ചൈന. അമേരിക്കയുടെ ഏകപക്ഷീയമായ ഉപരോധത്തെ തുടക്കം മുതൽ തന്നെ ചൈന ശക്തമായി എതിർക്കുന്നുണ്ട്. റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലെങ്കിലും ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ ഭൂരിഭാഗവും ചൈനയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ചൈനയുടെ തീരപ്രദേശങ്ങളിലെ സ്വതന്ത്ര റിഫൈനറികളിലേക്ക് ഇറാനിൽ നിന്ന് ഇന്ധനം എത്തിക്കുന്ന കപ്പലുകളെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. US ഉപരോധത്തിൽ നിന്ന് ചൈനീസ് സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളെ ഒഴിവാക്കുന്നതിനായാണ് സ്വതന്ത്ര റിഫൈനറികൾ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ടീപോട്ട് റിഫൈനറികൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത് തന്നെ. ഉപരോധം ഏർപ്പെടുത്തിയ സാധനങ്ങൾ കടത്താൻ ഉപരോധിക്കുന്ന ഡാർക്ക് ഫ്ലീറ്റ് എന്നറിയപ്പെടുന്ന ടാങ്കറുകളുമായി ചേർന്നാണ് ഇത്തരം റിഫൈനറികളും പ്രവർത്തിക്കുന്നത്. സമാനമായ സഹായമാണ് ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് ലഭിക്കുന്നത്. വ്യാജ നമ്പറുകളും ബില്ലിംഗ് വിലാസങ്ങളും മാത്രമുള്ള ബിനാമി കമ്പനികൾ ഉൾപ്പെടുന്ന സമാനമായ ഒരു സംവിധാനം ഉപയോഗിച്ചാണ് ചൈന ഇറാനിലേക്ക് സോഡിയം പെർക്ലോറേറ്റ് എത്തിക്കുന്നതെന്നാണ് യൂറോപ്യൻ സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നത്. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന് വേണ്ടി ബാലിസ്റ്റിക് മിസൈൽ പ്രൊപ്പല്ലന്റ് ഘടകങ്ങൾ സംഭരിക്കുന്നതിൽ പങ്കാളിയായ 2 ചൈനീസ് കമ്പനികൾക്ക് അമേരിക്ക നേരത്തെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഈ കമ്പനികൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഈ ബിനാമി കമ്പനികൾ ഉൾപ്പെടുന്നവയാണ്. ഇതിൽ ഉൾപ്പെട്ട മിക്ക ബിനാമി കമ്പനികളും ചൈനയുടെ വടക്കു കിഴക്കൻ തുറമുഖ നഗരമായ ഡാലിയൻ ആസ്ഥാനമാക്കിയുള്ളതാണെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഫെബ്രുവരിയിൽ ചൈനയിൽ നിന്ന് 1000 ടൺ സോഡിയം പെർക്ലോറേറ്റ് ഇറാനിലേക്ക് അയച്ചതായി CNN റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് കൂടുതൽ ചർച്ചകളും ഉടലെടുത്തത്. ഏപ്രിലിൽ നിരവധി ഇറാനിയൻ ചൈനീസ് സ്ഥാപനങ്ങൾക്ക് മേൽ US ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കൂട്ടത്തിലാണ് ഇറാനിലെ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന് ബാലിസ്റ്റിക് മിസൈൽ പ്രൊപ്പല്ലന്റ് ഘടകങ്ങൾ സംഭരിക്കുന്ന ശൃംഖലയിൽ പങ്കുള്ള കമ്പനികൾ ഉൾപ്പെടുന്നത്. എന്നിട്ടും ഇറാനിലേക്ക് കയറ്റുമതി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. IRGC 1000 ടൺ സോഡിയം പെർക്ലോറേറ്റ് കൂടി സ്വന്തമാക്കിയതോടെയാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ ഇത് ഗൗരവമായി കാണുന്നത്. ചൈനയിൽ നിന്നുള്ള ചരക്ക് ജൂണിലാണ് ഇറാനിലെ ബന്ദർ അബ്ബാസിലെത്തിയത്. ഏപ്രിൽ മാസത്തിൽ ചൈനീസ് തീരത്ത് സോഡിയം പെർക്ലോറേറ്റ് കാരണമാണെന്ന് വിശ്വസിക്കുന്ന വമ്പൻ സ്ഫോടനം റിപ്പോർട്ട് ചെയ്തിരുന്നു. സ്ഫോടനത്തിൽ 70 പേർ മരിക്കുകയും 100 കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത് ഒരു മാസത്തിനുള്ളിലാണ്. ഈ കപ്പൽ ഇറാനിയൻ തുറമുഖത്തേക്ക് യാത്ര തിരിച്ചത് ഏറ്റവും പുതിയ കയറ്റുമതികൾ വളരെ വലിയ അളവിലുള്ളവയാണെന്ന് യൂറോപ്യൻ ഇന്റലിജൻസ് ഏജൻസികൾ നിരീക്ഷിച്ചിട്ടുണ്ട്. ഒരു പൊതുവായ പ്രത്യയശാസ്ത്രം ഇല്ലെങ്കിലും ഈ രാഷ്ട്രങ്ങൾ ശീതയുദ്ധം മുതൽക്കേ തന്നെ അമേരിക്കയെ പ്രതിരോധിക്കാൻ മുന്നിലുണ്ട്. വ്യാപാര പാതകൾ നിയന്ത്രിക്കുക, പ്രാദേശിക അധികാരങ്ങൾ പുനഃക്രമീകരിക്കുക,
ആഗോള നിയമങ്ങളെ വെല്ലുവിളിക്കുക, US സ്വാധീനം കുറയ്ക്കുക എന്നിവയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇറാന്റെ ആണവ മിസൈൽ പരിപാടികളിൽ ഉത്തര കൊറിയൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചതുൾപ്പെടെയുള്ള നീക്കങ്ങൾ ഇവയ്ക്കും ഉദാഹരണമാണ്. ഇത്തരം ലക്ഷ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഈ രാഷ്ട്രങ്ങൾ സൈനിക സഹകരണവും ശക്തമാക്കിയിട്ടുണ്ട്. യുക്രൈനുമായി 3 വർഷത്തിലേറെയായി യുദ്ധം തുടരുകയാണ് റഷ്യ. അമേരിക്ക യുക്രൈന് സാമ്പത്തിക സഹായം നൽകുമ്പോൾ ഇറാൻ, ചൈന, ഉത്തര കൊറിയ എന്നിവർ ചേർന്ന് റഷ്യയ്ക്ക് സൈനിക പിന്തുണയും നൽകുന്നുണ്ട്. റഷ്യയ്ക്ക് നേരിട്ട് ഇറാനിയൻ ഡ്രോണുകൾ നൽകുന്നതിനൊപ്പം ഇറാൻ ഷഹീദ് ഡ്രോണുകൾ നിർമ്മിക്കുന്നതിനായി റഷ്യൻ മണ്ണിൽ ഒരു ഡ്രോൺ ഫാക്ടറി തന്നെ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ഇതോടെ യുക്രൈനെതിരെ ആയിരക്കണക്കിന് ഡ്രോണുകൾ തടസ്സമില്ലാതെ വിക്ഷേപിക്കാനുള്ള ശേഷി റഷ്യയ്ക്ക് ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ചൈന ഇറാനിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ ഇന്ധന ഘടകങ്ങൾ എത്തിച്ചതായിരുന്നു ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പദ്ധതി നടപ്പാക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചത്. ഇതിനു പുറമെ ചൈനയും റഷ്യയും യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾക്ക് രഹസ്യ വിവരങ്ങളും മറ്റ് സൈനിക സഹായങ്ങളും നൽകിയിട്ടുണ്ട്. 12 ദിവസം നീണ്ടുനിന്ന ഇസ്രായേലിന്റെ ആക്രമണം ഇറാന് കനത്ത ആഘാതം നൽകിയെന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ തങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും 11 മടങ്ങ് ശക്തിയായി തിരിച്ചടിക്കാൻ കാത്തിരിക്കുകയാണെന്നാണ് ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.